വൈക്കത്ത് 15 ദിവസമായി നഗരസഭയിലെ 2 വാർഡുകളിലായുള്ള 50ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ലെന്ന പരാതിയുമായി നഗരസഭ അംഗം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. അവരോട് നന്നാക്കാൻ പറ. അത് കഴിഞ്ഞ് 5 വീട്ടുകാർ പറഞ്ഞപ്പോൾ 5 വീടിനുള്ളത് അവർ പൈപ്പ് മേടിച്ചിട്ട് നന്നാക്കട്ടെ. പിന്നെ വാട്ടർ അതോറിറ്റി എന്തിനാ? 30 വീടിനാണ് വെള്ളമില്ലാത്തത്, 1-2 വീടിനല്ല. ഓഫീസിനുള്ളിലേക്കും പുറത്തേക്കും ആളുകളെ കടത്തിവിടാതെയാണ് 19-ാം വാർഡ് അംഗമായ MR അനിൽകുമാർ ഓഫീസ് കവാടത്തിൽ ഇരിപ്പുറപ്പിച്ചത്. നഗരസഭയിലെ 19, 20 വാർഡുകളിലായി വിജയ തിയേറ്ററിന് സമീപവും KV കനാൽ സൗപർണിക ലൈൻ ഭാഗത്തുമാണ് 50ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങിയത്. രേഖാമൂലവും അല്ലാതെയും പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് അനിൽകുമാറിന്റെ ആക്ഷേപം. അമൃത് പദ്ധതിക്ക് വരെ പുള്ളിക്ക് കൈക്കൂലി വേണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമൃതിന് വരെ കാശ് കൈക്കൂലി മേടിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയാം. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നിർത്തില്ല, കാര്യങ്ങൾ നാട്ടിൽ നടക്കണമല്ലോ നിർത്തില്ല. രാവിലെ ഓഫീസ് സമയം തുടങ്ങിയപ്പോഴാണ് ആരെയും കടത്തിവിടാതെ അനിൽകുമാർ ഓഫീസ് കവാടത്തിൽ ഇങ്ങനെ ഇരിപ്പുറപ്പിച്ചത്. പ്രധാന പൈപ്പിലെ തടസ്സമാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി AE പറയുന്നത്. ഇതിന്റെ പരിശോധന റോഡുകൾക്ക് കേടുപാട് വരാത്ത രീതിയിൽ നടത്തുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ കൈക്കൂലിയടക്കം ഗുരുതര ആക്ഷേപവുമായാണ് അനിൽകുമാറിന്റെ പ്രതികരണമുണ്ടായത്. ഇതോടെ നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തറെത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അനിൽകുമാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇവിടെ വന്ന് പറഞ്ഞിട്ട് ആ AE പറയണത് 2 വീട്ടുകാർക്ക് വെള്ളമില്ലാതെ അവരുടെ പൈപ്പ് നന്നായിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 15 പേർ ലിസ്റ്റ് ആക്കി കൊടുത്തു. അതിട്ട് സംഗതി 30 പേരോളം ഉണ്ട് അവിടെ. ഇതിനിടെ ഉദ്യോഗസ്ഥർ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലെത്തി പരിശോധനയും തുടങ്ങി. ന്യൂസ് ടീം, വൈക്കം വാർത്ത.